അങ്ങനെ അവസാനം കെമിക്കൽ ഫ്രീ ആയി 3-4 ദിവസം വെള്ളം ഒഴിച്ചിട്ടും മഴ നനഞ്ഞും ഫിഷ് ടാങ്ക് ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിനൊരു സ്ഥാനം കൊടുത്തവരുടെ തിരുത്തി മീനുകളെ പറക്കിയിട്ട് അവരുടെ വീടിൻ്റെ പാലുകാച്ച് അങ്ങോട്ട് നടത്തി കൊടുക്കണം. ആദ്യം തന്നെ 2 വീടുകളിലായിരുന്ന ചെറുതും വലുതായിട്ടുള്ള കുറച്ച് മീനുകളെ പറക്കി ബക്കറ്റിലിട്ടു. ഇനി ചെയ്യാൻ പോകുന്നത് തട്ടാതെ മുട്ടാതെ പൊട്ടാതെ കുറേ വർഷമായിട്ട് പൊന്നേ പൊടിയേ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കുഞ്ഞനാമ്പൽ പുതിയ കുളത്തിലേക്ക് മാറ്റുക എന്നതാണ്. അതൊരു ഒന്നൊന്നര ടാസ്ക് തന്നെയായിരുന്നു. കുഞ്ഞൻ മുട്ടയ്ക്കുണ്ട്, അത് പോകരുത്, വേരിളകരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണം. അവസാനം അതങ്ങോട്ട് വിജയിച്ചു. പിന്നെ കുറേ ചെളിയും വാരി അതിനുള്ളിൽ വെച്ച് അങ്ങോട്ട് സെറ്റാക്കി. ഇനി വെള്ളം നിറയ്ക്കണം. 1-2 അല്ല, ഈ പെരുവാരം ടാങ്ക് 5-6 ബക്കറ്റ് വെള്ളം കൊള്ളും. കണ്ട ആൾക്കൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര കപ്പാസിറ്റി ആണെന്നേ. വെള്ളം ഒഴിക്കുമ്പോൾ ചെളി അധികം കലങ്ങാത്ത രീതിയിൽ വേണം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ചെയ്തത് ഒരു ലിക്വിഡ് ഒഴിച്ചു. ബ്ലൂ ക്യോർ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. മീനിന് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒഴിക്കുന്നതാണ്. 10 ലിറ്ററിന് 10 തുള്ളി എന്ന അനുപാതത്തിലാണ് ടാങ്കിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്തു. ആ നേരത്തിന് ഒരു കിടിലം മഴ അങ്ങോട്ട് പെയ്തു. മഴ തോർന്ന് പിന്നെ രാത്രിയിലാണ് ബാക്കി പരിപാടിയെല്ലാം ചെയ്തത്. പിന്നെ കുറച്ച് ഫോക്സ് ടെയിലും ഇട്ട് മീനിനെയും പറക്കിയിട്ട് കുറച്ച് ഫുഡും കൊടുത്ത് വലയും ഇട്ട് സെറ്റാക്കി അങ്ങോട്ട് വെച്ചു. പിന്നെ വീഡിയോ പിറ്റേന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കാര്യം വെട്ടമില്ല. 2 വീട്ടിൽ നിന്ന് വന്ന് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞ് കൂട്ടായി സെറ്റായി കഴിഞ്ഞു. ഇനി ഇവരിൽ പുതിയ വെറൈറ്റി കളറും ഗപ്പികളും സാരി പാലിനും ഒക്കെ കിട്ടട്ടെ. എന്നിട്ട് വേണം ഇതിലും വലിയൊരു ഫിഷ് ടാങ്ക് പണിയാനായിട്ട്. ഇതോടുകൂടി ഫിഷ് ടാങ്ക് പണിയൽ മഹാമഹം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.